പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലെ യുവാവിൻ്റെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണ്. ശ്യാംകുമാർ ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. ശ്യാം, അങ്ങേയറ്റം നിഷ്ഠൂരമായ കൊലപാതകമാണ്. വണ്ടിയിടിച്ച് കൊലപ്പെടുന്നതിന് മുൻപ് ഇഷ്ടംപോലെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികളുടെ മുഖത്തൊരു കൂസലില്ലായ്മ പ്രകടവുമാണ്. ശ്യാം, ഹാഷ്മി, ആ കൂസലില്ലായ്മ തന്നെയാണ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടത്. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ റോഡിൽ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ രണ്ട് പ്രതികൾ അവരെന്തോ വലിയ ധീരകൃത്യം ചെയ്ത രീതിയിലാണ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കാണ് പ്രതികളെ കൊണ്ടുപോയിരിക്കുന്നത്. കൊലക്കുറ്റമടക്കം ചുമത്തിയ കേസിലെ പ്രതികളാണ് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ നിസ്സാരമായിട്ട് ഇറങ്ങിപ്പോകുന്നത്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയ പ്രതികളാണത്. ആ രണ്ടുപേരെയും ഇപ്പോൾ അങ്കമാലി ആശുപത്രിയിലേക്കാണ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 3 മണിയോടെ പ്രതികളെ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങണമെന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം. അത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒരു കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. രാവിലെ ചോദ്യം ചെയ്യലിലും പ്രതികൾക്ക് യാതൊരു ഭാവഭേദവുമില്ലായിരുന്നു. തങ്ങളുടെ വണ്ടി തടഞ്ഞു, അയാളെ ഇടിച്ചു മാറ്റാൻ വേണ്ടി വണ്ടി മുന്നോട്ടെടുത്തു എന്ന രീതിയിലാണ് ഡിവൈഎസ്പിക്കടക്കം പ്രതികൾ മൊഴി നൽകിയത് എന്നുള്ളതാണ് വിവരം. ഏതായാലും പ്രതികൾക്കെതിരായിട്ട് CISF ഒരു ആഭ്യന്തര അന്വേഷണത്തിന് നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് അവരെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നടപടിയാണ് എന്നുള്ളതാണ് CISF ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയത്. ഏതായാലും പ്രതികളെ റിമാൻഡിലാകുന്നതിന് പിന്നാലെ അവരുടെ ജോലി പോകുമെന്നുള്ള കാര്യം CISF ഉദ്യോഗസ്ഥരും ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹാഷ്മി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വിമാനത്താവളത്തിൻ്റെ സെക്യൂരിറ്റിക്കാണ് അവരെ പണിയേൽപ്പിക്കുന്നത്, അല്ലാതെ മനുഷ്യന്മാർ ഇടിച്ചു കൊല്ലാനില്ല. ഇടിച്ചു കൊല്ലുക മാത്രം, ഏതെങ്കിലും പ്രകോപനത്തിൽ വണ്ടി ഇടിക്കുക മാത്രമല്ല, അതിനു മുമ്പ് സ്വകാര്യ ഭാഗങ്ങളിലടക്കം അതിക്രൂരമായ മർദ്ദനം ഏൽപ്പിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ. അപ്പോൾ ക്രൂരന്മാരാണ്, അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടട്ടെ.